ഈ മീനിങ് ഇല്ലാത്ത ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ടാക്കി പോസിറ്റീവായിട്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് വീണ്ടും മീനിങ്ലെസ് ആയിട്ടുണ്ട്. എൻ്റെ മൈൻഡ് ഭയങ്കര നെഗറ്റീവായിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ ഭയങ്കര നെഗറ്റീവ് അടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങളൊന്നും പുറത്ത് വന്ന് പറയാൻ പറ്റാത്തതായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ക്ഷമിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇട്ടുള്ള വീഡിയോസ് എല്ലാം എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടായാലും എന്തായാലും അതിൽ നിന്ന് എനിക്കൊരു മാറ്റവുമില്ല. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ചാവുന്നത് വരെയും അത് തന്നെയായിരിക്കും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ ഇത് എടുത്തിനി പറയുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പം ഞാൻ പറയണത് ദൈവമാണെന്ന്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ പറയണം അവിടെ ഒന്നുമില്ല, അത് ശൂന്യതയാണെന്ന് നിങ്ങൾ പറയുന്നത് കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്നും പറഞ്ഞ് പലരും പറയുമ്പോൾ ഞാനത് ചെന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു ഇൻസ്റ്റയിൽ ഒരു റീലിട്ടു. ഇപ്പോൾ 3,30,000 പേരെന്തോ കണ്ടു. ആ 3,30,000 പേരിൽ 9,000 പേരടുപ്പിച്ച് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഞാൻ പറഞ്ഞ കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ചിന്തിക്കണം എന്നുള്ള ആൾക്കാരാരായിരിക്കും? കുറച്ച് സാമാന്യ ബുദ്ധിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ എന്തായാലും മത തീവ്രവാദികളായിരിക്കില്ല. അവരൊരു വിശ്വാസത്തിൽ ഇങ്ങനെ പോകുന്നവരായിരിക്കും. അവർക്കിപ്പോൾ എൻ്റെ വീഡിയോ കാണണമെന്നില്ല. അങ്ങനെയുള്ളവരാർക്കും ഉപദ്രവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ മത തീവ്രവാദികൾ ആപത്താണ്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 10-40 പേര് വരും. ഈ 40 മത തീവ്രവാദികളെ നമുക്ക് സംസാരിച്ച് മാറ്റാൻ പറ്റില്ല. ആ മത തീവ്രവാദികൾ അവരുടെ ചിന്ത നിൽക്കില്ല, അവരെ ചത്താലേ നിൽക്കും. ബാക്കിയുള്ളവരൊക്കെ തനിയെ മാറിക്കോളും. മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് ഇത്ര ഭ്രാന്തില്ല എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ ലൈക്ക് ചെയ്ത 8,000 പേരിൽ ഹിന്ദുമത വിരോധികളും ആ ലൈക്ക് ചെയ്തതിലുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ള മതങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ഹിന്ദുമതത്തിനെ എതിർക്കുന്നവരും അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും എനിക്കതിൽ ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. അതിനർത്ഥം ചിന്തിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ഞാൻ വീഡിയോ ഇട്ട് ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ സ്വയം മാറും. എന്നെ ആരും മാറ്റിയതല്ലല്ലോ. ചിന്തിക്കാൻ ശേഷിയുള്ളവർ ചിന്തിച്ച് മാറും. അല്ലാത്ത മതതീവ്രവാദികൾ ചത്താലേ തീരും. അപ്പം ഞാൻ വിചാരിച്ച് ഇവന്മാർ മതപ്രാന്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാവട്ടെ. അപ്പോൾ ഇനി ഈ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കില്ല. കാരണം അത് വിഡ്ഢിത്തമാണ്. ഇല്ലാത്തൊരു സാധനത്തിനെ ഞാൻ ഇല്ലയെന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനെന്നുള്ള വ്യക്തിയുടെ സമാധാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വരുന്നവരെ ഞാൻ നശിപ്പിക്കും. ഇതിപ്പോൾ ഒരു വ്യക്തിയായാലും ഒരു വിശ്വാസമായാലും ആരായാലും. ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്ത് ഭൂരിഭാഗം പേര് ഭൂലോക മണ്ടന്മാരാണ്. അപ്പോൾ ഇത്രയും മണ്ടന്മാരെ മാറ്റാൻ നമുക്ക് പ്രയാസമാണെന്നല്ല, നടക്കാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളതേ അറിയും. പിന്നെ ഈ പല ന്യൂട്രൽ വിശ്വാസികളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം, ഇതൊന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന്. ഈ തീവ്രവാദം വളർന്നു വരുമ്പോൾ അവർക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. എനിക്ക് മൊത്തം മനുഷ്യന്മാരുടെ അടുത്ത് വെറുപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഉള്ളവർക്ക് സംസ്കാരമില്ല, ബോധമില്ല എന്ന് കരുതി എല്ലാ മനുഷ്യരെയും ഞാൻ വെറുക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ കാണും. ഞാൻ മനുഷ്യരെ മൊത്തത്തിൽ വെറുക്കേണ്ട കാര്യമില്ല. എൻ്റെ സൊസൈറ്റി നശിച്ചതും എൻ്റെ രാജ്യം നശിച്ചതുമായതുകൊണ്ട് ഹ്യൂമാനിറ്റിയെ തന്നെ ഞാൻ വെറുക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി 2 ദിവസത്തെ എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരിക്കും. ഇപ്പം തന്നെ എനിക്കിതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചുറ്റുമുള്ള ഈ ദീപാവലിയുടെ പടക്കം പൊട്ടിക്കലും ബഹളമൊക്കെ കാരണം എൻ്റെ മൈൻഡ് ടോട്ടലി ഡിസ്റ്റർബായിരിക്കാം. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. പടക്കം പൊട്ടിക്കുന്നത് എനിക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 2 ദിവസം ഇത് സഹിക്കണം. അപ്പുറത്തിപ്പുറത്തുള്ള തെണ്ടിയുള്ള പടക്കം പൊട്ടിക്കൽ. ഭ്രാന്ത് പിടിച്ച ദൈവവിശ്വാസികൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കോളണം ഇപ്പം തന്നെ. എനിക്കിങ്ങനെയുള്ളവരൊന്നും എൻ്റെ കണ്ടൻറ്റ് കാണുന്നത് താല്പര്യമില്ല. എനിക്കിങ്ങനെയുള്ള മനുഷ്യരുടെ അടുത്ത് സംസാരിക്കാനേ താല്പര്യമില്ല. അപ്പോൾ അവരെൻ്റെ കണ്ടൻറ്റ് കാണാതിരുന്ന അത്രയും സന്തോഷം. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിയലായിട്ടുള്ള സാധനങ്ങളെ ഇടുകയുള്ളൂ, ഫേക്ക് ചെയ്തൊന്നും ചെയ്യില്ല എന്ന്. അപ്പോൾ വന്നിരുന്ന് അഭിനയിച്ച് പോസിറ്റീവ് കണ്ടൻറ്റ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്ത് തോന്നുന്നു അതേ ഞാൻ പറയൂ, അതേ ഞാൻ ചെയ്യൂ, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. ആരെയും ബ്രെയിൻ വാഷ് ചെയ്ത്
ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് ഈ പടക്കം പൊട്ടിക്കുന്ന കേൾക്കുമ്പോൾ എൻ്റെ കൺട്രോൾ മൊത്തം പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഫണ്ണായിട്ടുള്ളൊരു സാധനം ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്, പക്ഷെ എൻ്റെ മൈൻഡ് മൊത്തം ഡീവിയേറ്റായി ഭയങ്കര നെഗറ്റീവായി. ദീപാവലിയാണ്, പടക്കം പൊട്ടിക്കുന്നത് താല്പര്യമുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. നിങ്ങളുടെ പേഴ്സണൽ സന്തോഷമാണ്. ഞാനും കൊച്ചിലെ ഇതൊക്കെ പൊട്ടിച്ച് നടന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ സമാധാനത്തിനും കൂടെ വില കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.